സോ വെൽക്കം ബാക്ക് ടു ദ പാർട്ട് 2 ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് ബാറ്റ് കേവ് എക്സ്പ്ലോറിംഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബാറ്റ് കേവിന്റെ ഓവറോൾ സ്ട്രക്ചറും പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ എക്സ്പ്ലോറിംഗ് കണ്ടിന്യൂ ചെയ്ത് പുറത്തിറങ്ങിയ റീസണുമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ കണ്ടിന്യൂഷൻ മിസ്സാവാതിരിക്കാൻ ആ വീഡിയോ കാണുന്നത് നന്നായിരിക്കും. ആദ്യം പേടിയൊന്നും ഇല്ലായിരുന്നെങ്കിലും പക്ഷേ കൂടെ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു പേടി എനിക്ക് വന്നു തുടങ്ങി. പക്ഷേ ആ ടൈമിൽ അഡ്രിനാലിൻ റഷ് അഥവാ ചോരത്തളപ്പ് അത് കാരണം മുന്നോട്ട് വെച്ച കാലം എനിക്കൊരിക്കലും പിന്നോട്ടെടുക്കാനും തോന്നിയിട്ടില്ല. ജസ്റ്റ് ഈഗോ ആൻഡ് പാഷൻ മാറ്റേഴ്സ് ഇതൊക്കെ വിചാരിച്ച് വീണ്ടും മുന്നോട്ട് പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കേവ് എക്സ്പ്ലോറിംഗ് ആണ്. ബാക്കി എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ എനിക്കിത് ടഫായിരുന്നു. അതായത് ഒരു 80% ഓഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പക്കാ ഒരു ക്ലൈംബിങ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു. ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, എന്റെ ഒരു കയ്യിൽ ഫോണ്, മറ്റൊരു കയ്യിൽ ലൈറ്റ്, എന്തൊക്കെയായാലും ഫോണൊക്കെ അവിടെയൊക്കെ വെച്ചാൽ കയറി. അതായപ്പോൾ ഒരു 90% കംപ്ലീറ്റ് ആയി. ഇനിയാണ് ഇതിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നത്. വേറൊന്നുമല്ല, എക്സിറ്റ്. ആസ് പെർ ഐ മെൻഷൻഡ് ബിഫോർ, വേറെ 30 സെന്റിമീറ്റർ മാത്രം വീതിയേ ഉള്ളൂ ആ എക്സിറ്റിന്. അപ്പോഴെന്തോന്നാ മൈൻഡും ഷാർപ്പായി ഇങ്ങനെ അഡ്രിനാലിൻ റഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ എല്ലാവരും ചെയ്തത് ഞാനും ചെയ്തോളൂ. മുന്നോട്ട് എന്നെ കയറി ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ കയറി ആൻഡ് ഐ നിയർലി ഗോട്ട് സ്റ്റക്ക് ദേർ. ഇട്ടുകൊടുക്കുവോ, തിരിച്ചിറങ്ങി വീണ്ടും കയറാന്ന് വിചാരിച്ചു. വേറൊരു വഴി കണ്ടുപിടിച്ച്, പക്ഷെ അതുവഴി ഇറങ്ങാൻ എത്തി ടാസ്ക് ആണ്. എന്നിട്ടും എന്തോ ഒരിടത്തും പറഞ്ഞങ്ങ് ചെയ്ത് ആൻഡ് ഫൈനലി त्यो माटो होइन नि, त्यो फलावा त्यो ढुङ्गा हुने त यहीँबाट छेड्नुपर्ने हो त। लास्टै ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ഇരിക്കുന്നത് നമ്മുടെ ഫിസിക്കിലോ ബോഡി മാസിലോ അല്ല, നമ്മുടെ മൈൻഡ് പവറിലാണ്. നമ്മുടെ മൈൻഡ് എപ്പോഴും കയ്യിൽ നിന്ന് പോകുമോ അപ്പോൾ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.